ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 120 സങ്കീർത്തനം നമ്മളന്ന് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ നമ്മളെപ്പറ്റി മോശമായ രീതിയിൽ പറയുന്നതും, അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരെ പറ്റി ആരോ പറഞ്ഞത് വിശ്വസിച്ചുമൊക്കെയും അനേകം വ്യക്തികളുടെ ജീവിതങ്ങൾ വളരെ വേദനയിൽ പോകുന്നുണ്ട്. ഇങ്ങനൊരവസരത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് പറയുവാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. കർത്താവിൽ പ്രിയരെ, അപവാദങ്ങൾ മനുഷ്യർ പറഞ്ഞാലും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി നമ്മൾ നിലനിന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കർത്താവിനോട് മാത്രം, അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഹൃദയഭാരത്തോട് പറയുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റെ പ്രതിഫലം നന്മയ്ക്കാക്കി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അപവാദങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിൽ കുറ്റവും ആരോപിക്കപ്പെട്ട് ഇന്നാരെങ്കിലും വേദനയിൽ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ 120 സങ്കീർത്തനം ധ്യാനിച്ച് കർത്താവിനോട് അപേക്ഷിക്കുക. ദൈവം സമാധാനം നമുക്ക് നൽകട്ടെ. ആമേൻ.